സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച കേസിൽ രക്ഷിതാവ് അറസ്റ്റിൽ. തൃശൂർ ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ധനേഷാണ് അറസ്റ്റിലായത്. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകന ആല സ്വദേശി ഭരത് കൃഷ്ണയെ കഴിഞ്ഞ ദിവസമാണ് സ്കൂളിലെത്തിയ ഇയാൾ ആക്രമിച്ചത്. തിങ്കളാഴ്ച സ്കൂളിലെത്തിയ ധനേഷിന്റെ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് വിദ്യാർത്ഥി അധ്യാപകൻ വീട്ടിൽ പോയി തിരികെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്ക് വഴിവെച്ചത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ പ്രതി ധനേഷ് റൗഡി ലിസ്റ്റിലുള്ള ആളാണ്, നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അതിനിടെയാണ് ഈ സ്കൂളിൽ നിന്നും പറയാതെ, അധ്യാപകരോട് പറയാതെ മകൻ, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വീട്ടിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ ഈ അധ്യാപകനെ സ്കൂളിലെത്തി ധനേഷ് മർദ്ദിക്കുകയും ചെയ്തത്. ഇയാൾ ഒളിവിലായിരുന്നു. എങ്ങനെയാണ് പിടിയിലാകുന്നത്? നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണല്ലോ ഈ പിടിയിലായ ധനേഷ്. ധനേഷ് ഏതാണ്ട് 4ഓളം കേസുകളിലെ പ്രതിയാണ്. അയാൾ ലിസ്റ്റിൽ, പോലീസിൻ്റെ ഗുണ്ടാ ലിസ്റ്റിലെല്ലാം തന്നെ പെടുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം ഇയാളുടെ സുഹൃത്തുക്കളും മറ്റും അതോടൊപ്പം തന്നെ ഇയാളുടെ ഫോൺ ഇതെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്ന് തൃശ്ശൂർ പോലീസിൻ്റെ ഒരു സംഘം ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയിരുന്ന സംഘത്തിൻ്റെ പിടിയിലാകുന്നതും ചെയ്യുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത്, ഇതിൽ ഈ മകനെ വീട്ടിൽ വന്ന് തിരിച്ച് സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടുപോയ സംഭവത്തിൽ പ്രകോപിതനായാണ് അയാൾ സ്കൂളിലെത്തുകയും പിന്നീട് ഈ അധ്യാപകനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. തിരിച്ചു കൊണ്ടുപോയ ആ രീതി ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അധ്യാപകൻ പറയുന്നത് ക്ലാസ്സിൽ നിന്ന് പറയാതെ ഇറങ്ങിപ്പോയതാണ്, ക്ലാസ് കഴിയുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അതൊരു ഉത്തരവാദിത്വം എന്ന രീതിയിലാണ് അന്വേഷിച്ച് ചെല്ലുകയും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് പോകരുത് ഒരു വിദ്യാർത്ഥി എന്നതെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ഇവിടേക്ക് സ്കൂളിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ ഇത് ഈ പിതാവായ ധനേഷിനെ ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് അയാൾ പിതാവിനെ പുറകെത്തുകയും അത് ചോദ്യം ചെയ്യുകയും പിന്നെ സ്കൂളിൽ കയറി മർദ്ദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. സംഭവം വലിയ വിവാദമായതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ പോകുന്നത്. സ്കൂൾ അധികൃതർ അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസടക്കം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇയാളുടെ ഒരു പശ്ചാത്തലം അറിയുന്നത് കൊണ്ട് തന്നെയാണ് കേസിലേക്കും എല്ലാം തന്നെ നീങ്ങാനായിട്ട് ഇത് വിദ്യാഭ്യാസ സ്ഥാപനവും അതോടൊപ്പം തന്നെ ഈ അധ്യാപകനും എല്ലാം തന്നെ നിർബന്ധിതരാകുന്നത്. പിന്നീട് പോലീസിലേക്ക് പരാതി നൽകുകയും ചെയ്തു. ഏതായാലും അത്തരം പരാതിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. ഈ പരാതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയെന്നറിഞ്ഞപ്പോൾ തന്നെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഒരു ദിവസത്തോളം, ഈ തിങ്കളാഴ്ച നടന്ന ചൊവ്വാഴ്ചയോളം തന്നെ മുഴുവനായിട്ട് ഇയാളെ അന്വേഷിക്കുകയായിരുന്നു പോലീസ്. ഇയാളുടെ പതിവ് സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയായിരുന്നു. അത് പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി ഉണ്ട് എന്ന സൂചനകൾ ലഭിക്കുകയും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഏതായാലും ഈ സംഭവം സ്കൂൾ അധികൃതർക്കും വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം കുട്ടികൾ ഇതേപോലെ തിരിച്ച് പറയാതെ എല്ലാം തന്നെ പോകുമ്പോൾ അത് സാധാരണഗതിയിൽ വലിയ ചോദ്യങ്ങളാണ് അധ്യാപകർക്ക് നേരെ ഉയരുന്നത്. നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്നതെല്ലാം തന്നെ വരുന്നത്. ഇതിപ്പോൾ അന്വേഷിച്ച് ചെന്ന് ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം. അധ്യാപകരറിയാതെ ഈ കുഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിലടക്കം സ്കൂളിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ലേ? കാരണം ഈ സ്കൂള് നേരാണ്, അവര് വീട്ടിലേക്ക് പോയി തിരികെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇത്രയധികം ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സ്കൂളിൽ നിന്നും ഈ കുട്ടി വീട്ടിലേക്ക് അധ്യാപകനാരും അറിയാതെ പോയത്? ഇതേക്കുറിച്ചും പരിശോധിക്കേണ്ടതല്ലേ? അല്ല, അവർ അത് പരിശോധിക്കുന്നുണ്ട്. അത് ഉച്ചഭക്ഷണ സമയത്തേക്ക് പോയി എന്നതെല്ലാമാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം. ആ സമയത്ത് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന ഒരു സമയം എന്ന രീതിയിലെല്ലാം കണ്ടുകൊണ്ടാണ് പോയത്. പക്ഷേ പിന്നീട് ഈ കുട്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ അന്വേഷിച്ചു പോകാനായിട്ടെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തത്. അതിൽ അവർ സ്ഥാപനത്തിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരത് അന്വേഷിക്കാനും പിന്നീട്
തിരികെ കൊണ്ടുവരാനും എല്ലാം തന്നെ ശ്രമിച്ചത്. അതനുസരിച്ചാണ് ഇത് വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും തിരിച്ച് ക്ലാസ്സിലേക്ക് വരാൻ അവരെ നിർബന്ധിക്കുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനുശേഷമാണ് ഈ പറയുന്ന ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥിയെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അവിടെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായെന്നെങ്കിൽ കൂടി അതുകൂടി നിശ്ചയമായും തന്നെ അത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ അധ്യാപകനെ മർദ്ദിച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ്. ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിലടക്കം ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് നീങ്ങുകയാണ്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.